കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ റിസൾട്ട് മെയ് 4-ന് വരും. അതിനുവേണ്ടി നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ്. അപ്പോൾ അതിൽ 3 മുന്നണികളാണ് പ്രധാനമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്, അല്ലെങ്കിൽ അവർ മാത്രമാണ് മത്സരിച്ചത്. അതിൽ ഒന്നാമത്തെ മുന്നണി LDF ആണ്. LDFന് കഴിഞ്ഞ തവണത്തേതുപോലെ ഒരു മാസ്മരിക പ്രകടനമൊന്നും കാഴ്ചവെച്ചുകൊണ്ട് 99-ലേക്കൊന്നും എത്താൻ കഴിയും എന്ന പ്രതീക്ഷയൊന്നുമില്ല. പക്ഷേ ഒരു 90 സീറ്റുകൾ വരെ മാക്സിമം വേണമെങ്കിൽ എത്തിയേക്കാമെന്നും ഒരു 75-80 സീറ്റുകൾ നേടിയൊക്കെ അധികാരത്തിലേക്ക് വന്നേക്കാം കഷ്ടിച്ചാണെങ്കിൽ പോലും എന്ന് പറയുന്ന ഒരു ചിന്തയാണ് LDFനുള്ളത്. LDF ഉറച്ചങ്ങനെ വിശ്വസിക്കുന്നു. കാരണം സ്വന്തം MLA-മാർക്കെല്ലാം തന്നെ വലിയ ജനപ്രീതി ഉണ്ടെന്നും അവരുടെയൊക്കെ ചിറകിലേറി അധികാരം വീണ്ടും തിരിച്ചു പിടിക്കാൻ കഴിയും എന്നു തന്നെയാണ് LDFിലെ പാർട്ടികളൊക്കെ തന്നെ ഉറച്ചു വിശ്വസിക്കുന്നത്. അതോടൊപ്പം തന്നെ UDFന് വലിയ വാനോളം പ്രതീക്ഷകളായിരുന്നു. 100 സീറ്റ് കിടക്കും എന്നൊക്കെയാണ് അവർ വിചാരിച്ചിരുന്നത്. പക്ഷേ 100 സീറ്റൊന്നും കിടക്കില്ല. ഇപ്പോൾ കനകോലുവിൻ്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകളൊക്കെ വന്നേക്കണം ഒരു 80 സീറ്റിനടുത്ത് നേടാം, അല്ലെങ്കിൽ ഒരു 75 സീറ്റുകൾ വരെയൊക്കെ എത്താം എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അത് മുസ്ലിം ലീഗിൻ്റെയും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെയും ഒക്കെ നേതാക്കന്മാരോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവരുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഉറപ്പായും പക്ഷേ അധികാരം കിട്ടും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിനിടയിൽ പെട്ടുപോയിട്ടുള്ള മറ്റൊരു മുന്നണിയാണ്. ആകെ 3 മുന്നണികളെ മത്സരിക്കുന്നുള്ളൂ. ആ മൂന്നാമത്തെ മുന്നണി NDA ആണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ജയിക്കും എന്ന് വിചാരിച്ചിരുന്ന മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് നമുക്കറിയാം. മഞ്ചേശ്വരത്ത് K. സുരേന്ദ്രന് ഒരു വിജയസാധ്യത ഉണ്ടാകും, ഇത്തവണയെങ്കിലും ജയിക്കാൻ കഴിയുമെന്ന് അവർ വിചാരിച്ചിരുന്നു. കാരണം കഴിഞ്ഞ തവണ ഏതാണ്ട് 79 വോട്ടുകൾക്കും അതുപോലെ തന്നെ പിന്നീട് 749, 800ഓളം വരുന്ന വോട്ടുകൾക്കുമൊക്കെയാണ് പരാജയപ്പെട്ടത് എന്നുള്ളതറിയാം. AK അഷ്റഫ് എന്ന് പറയുന്ന മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയാണ് അവിടെ മത്സരിക്കുന്നത്. അദ്ദേഹത്തിന് കഴിഞ്ഞ തവണ 2% വോട്ടുകൾ കുറവായിരുന്നു. പക്ഷേ ഇത്തവണ അദ്ദേഹം തന്നെ ജയിക്കാനാണ് സാധ്യത. അതുകൊണ്ട് മഞ്ചേശ്വരത്ത് വലിയ സാധ്യതകളില്ല. പിന്നെ അവർ വലിയ സാധ്യത കൽപ്പിച്ചിരുന്ന ഒരു മണ്ഡലം എന്ന് പറയുന്നത് പാലക്കാടാണ്. പാലക്കാടിൽ ഇത്തവണ ഒരുപക്ഷെ മിക്കവാറും ഞാൻ എൻ്റെ കാൽക്കുലേഷനിൽ പറഞ്ഞിരുന്നത് പാലക്കാട് ഒരുപക്ഷെ CPM ജയിച്ചാൽ പോലും അത്ഭുതപ്പെടേണ്ട എന്നുള്ളതാണ്. അത്തരത്തിലുള്ളൊരു സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ചും കൂടി കൂടുതൽ സാധ്യതയുള്ളത് നമുക്കറിയാം രമേശ് പിഷാരടിക്കാണ്. അദ്ദേഹം ജയിക്കാനാണ് സാധ്യത. ഒരു ശോഭാ സുരേന്ദ്രനുള്ള സാധ്യതകൾ ഒന്നുകൂടി കുറഞ്ഞു. കാരണം ഏറ്റവും ഒടുവിലത്തെ ദിവസം, അതായത് തെരഞ്ഞെടുപ്പ് നിശബ്ദ പ്രചരണത്തിൻ്റെ ദിവസം 5000 രൂപ കൊടുക്കുന്നത് കൈയോടെ പിടിക്കപ്പെട്ടപ്പോൾ അവരുടെ ഇമേജ് വളരെ വളരെ കുറഞ്ഞു. കൂടാതെ അവരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് BJPയുടെ അവിടുത്തെ ഘടകം, ലോക്കലായിട്ടുള്ള ഘടകം തന്നെ കടഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ നമുക്കറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിൽ ആ 2 മണ്ഡലങ്ങളും തന്നെ അവർക്ക് വലിയ സാധ്യതകളുണ്ട് എന്ന് നമുക്ക് വിചാരിക്കാൻ കഴിയില്ല. പകരം നിങ്ങൾ അറിയേണ്ടത് ഈ തൃശ്ശൂരാണ് പിന്നെ അടുത്ത ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നത്. കാരണം അവിടെ പത്മജ വേണുഗോപാലാണ് മത്സരിക്കുന്നത്. അപ്പോൾ അവരുടെ പേഴ്സണൽ വ്യക്തിപരമായ വോട്ടുകൾ കൂടി പിടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ജയിക്കാമെന്ന് വിചാരിച്ചിരുന്നു. ജയിക്കാൻ സാധ്യതയുള്ള ഒരു സീറ്റാണ്. കഴിഞ്ഞ തവണ തന്നെ P. ബാലചന്ദ്രൻ കഷ്ടിച്ചാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടത് CPIയുടെ. അപ്പോൾ അവിടെ പിടിക്കാൻ കഴിയുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇത്തവണ FCRA നിയമം വന്നിട്ടുള്ളതുകൊണ്ട് ക്രിസ്ത്യൻ വോട്ടുകളൊക്കെ തന്നെ അവർക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് വലിയ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കിട്ടിയില്ലെങ്കിൽ അവർക്ക് അവിടെ ജയിക്കാൻ കഴിയില്ല എന്ന് പറയുന്നൊരു പ്രധാനപ്പെട്ട സംഭവമുണ്ട്. പിന്നെ അടുത്തത് 2 മണ്ഡലങ്ങൾ കൂടി അവരെ സംബന്ധിച്ച് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞു. മഞ്ചേശ്വരം പറഞ്ഞു, പാലക്കാട് പറഞ്ഞു, അതുപോലെ തൃശ്ശൂർ പറഞ്ഞു. മറ്റൊരു മണ്ഡലം എന്ന് പറയുന്നത് കഴക്കൂട്ടമാണ്. കഴക്കൂട്ടത്ത് V. മുരളീധരനാണ്. ഒരുപക്ഷെ BJPക്ക് ഏറ്റവും കൂടുതൽ സാധ്യത ഞാൻ കാണുന്നൊരു മണ്ഡലം കഴക്കൂട്ടമാണ്. ജയിക്കണമെങ്കിൽ അവിടെ കടകംപള്ളി സുരേന്ദ്രനാണ് മത്സരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഇത്തവണ ഇമേജിലൊക്കെ പ്രശ്നമുണ്ട്. പക്ഷേ ആ മണ്ഡലത്തിൽ അദ്ദേഹം വളരെ സ്വീകാര്യനാണ്. അതുകൊണ്ട് അദ്ദേഹം തന്നെ ജയിക്കാനാണ് സാധ്യത. പക്ഷേ ഇൻ കേസ് ജയിക്കാൻ അടുത്ത സാധ്യത ഉണ്ടെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത് വരാൻ സാധ്യതയുള്ള V. മുരളീധരനാണ്. അദ്ദേഹം കഴിഞ്ഞ 5 കൊല്ലം അവിടെ വലിയ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. മറ്റത് 5-ാമത്തേത് നേമം എന്ന് പറയുന്ന മണ്ഡലമാണ്. അപ്പോൾ അത് കൂടാതെ BJPക്ക് ചാത്തന്നൂരടക്കം മറ്റ് ചില മണ്ഡലങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലം നേമമാണ്. നേമത്തും V. ശിവൻകുട്ടി എന്ന് പറയുന്നൊരു ഫാക്ടർ എത്രത്തോളം അതിജീവിക്കും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അത്തരത്തിൽ V. ശിവൻകുട്ടിയെ അതിജീവിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പ്രത്യേകിച്ച് SDPയുടെ പിന്തുണയൊക്കെ അടക്കം അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം തന്നെ നേരിയ ഭൂരിപക്ഷത്തിനാണെങ്കിലും ജയിക്കാനാണ് സാധ്യത. അല്ലെങ്കിൽ അവിടെ രാജീവ് ചന്ദ്രശേഖരനൊക്കെ ഒരു വിജയ സാധ്യത ഉണ്ട്, ഒട്ടുമില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വളരെ ടൈറ്റായിട്ടുള്ള ഒരു മത്സരമാണ് നടക്കുന്നത്. പിന്നെ കഴക്കൂട്ടത്ത് BJPക്ക് ഒരു സാധ്യതയില്ല. കാരണം വട്ടിയൂർക്കാവാണ്. വട്ടിയൂർക്കാവിൽ BJPക്ക് ഒരു സാധ്യതയില്ല. കാരണം അവിടെ ശ്രീലേഖ IPSനെ കൊണ്ടൊന്ന് മത്സരിക്കാൻ ഇട്ടപ്പോൾ തന്നെ ഏതാണ്ട് പരാജയം ഉറപ്പിച്ചു എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇത്തരത്തിൽ ചില മണ്ഡലങ്ങളുണ്ട്. പിന്നെ കൊല്ലത്ത് ചാത്തന്നൂരുണ്ട്. ഇത്തരത്തിലുള്ള നിരവധി മണ്ഡലങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ വലിയൊരു പ്രതീക്ഷ BJPക്ക് ഉണ്ടായിരുന്നത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ BJP സ്വപ്നം കാണുന്നത്, അവരുടെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് ഈ മണ്ഡലങ്ങളിലെല്ലാം തന്നെ ഒരു 6-7 സീറ്റുകളിൽ അവർ ജയിക്കുകയും
ആ ജയിക്കുന്നതിനോടൊപ്പം തന്നെ ആർക്കും ഭൂരിപക്ഷമില്ലാത്തൊരവസ്ഥ, അതായത് ഓരോരുത്തർക്കും ഒരു 65 അല്ലെങ്കിൽ 68 സീറ്റുകൾ വരെ വന്നിട്ട് രണ്ട് കക്ഷികളും നിൽക്കുന്നൊരവസ്ഥയും കൂടി ഉണ്ടായാൽ ഒരു തൂക്ക് മന്ത്രിസഭ വന്നാൽ അവരുടെ ഇമേജ് വളരെ കൂടുകയും അവർ വിട്ടു നിൽക്കുകയോ അല്ലെങ്കിൽ അവരുടെ സഹായം വേണ്ടി വരികയോ ചെയ്യുക ആരെങ്കിലും ഭരിക്കാൻ എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ താങ്കളുടെ ഭാഗത്തുള്ള 5, 6, 7 MLA മാരുണ്ടെങ്കിൽ പോലും ആ 7 MLA മാർക്ക് വലിയ പ്രാധാന്യം കിട്ടും എന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അതായത് അവരുടെ നിലപാടുകൾക്കനുസരിച്ച് വേണമെങ്കിൽ ആര് ഭരിക്കണം ആര് ഭരിക്കണ്ട എന്നുള്ളത് അവർക്ക് തീരുമാനിക്കാൻ കഴിയും എന്നുള്ളതാണ്. അങ്ങനെ വന്നാൽ എന്തായിരിക്കും BJP എടുക്കുന്ന നിലപാട് എന്നുള്ളത് നമുക്ക് ആലോചിക്കേണ്ട കാര്യമാണ്. പക്ഷേ BJPയുടെ പിന്തുണ മിക്കവാറും BJP ഒരിക്കലും ഇപ്പോൾ മുസ്ലിം ലീഗും കോൺഗ്രസും ഒക്കെ അധികാരത്തിൽ വരാതിരിക്കാനായിരിക്കും ശ്രദ്ധിക്കുക. പക്ഷെ അങ്ങനെ ശ്രദ്ധിച്ചാൽ പോലും അത്തരത്തിലുള്ള ഒരു അഡ്വാൻറ്റേജിൻ്റെ പുറത്ത് LDFന് എത്ര കാലം ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതൊക്കെ വലിയ ചോദ്യചിഹ്നമാണ്. പക്ഷേ BJP കാണുന്ന വലിയ സ്വപ്നമെന്ന് പറയുന്നത് ഇത്തരത്തിൽ ഒരു 65 സീറ്റിലധികമായിട്ട് ഒരു 65 70 സീറ്റുകൾ കിട്ടാതെ രണ്ട് മുന്നണികളും ഏതാണ്ടൊരു തൂക്ക് മന്ത്രിസഭയെ വരികയും അതിൻ്റെ ഇടയിൽ നിന്ന് ഒരു 6-7 സീറ്റുകളുമായി BJP വരികയും ചെയ്യുന്ന വലിയ കിനാശേരിയാണ് അവർ സ്വപ്നം കാണുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നടക്കാനിടയില്ലെങ്കിലും ഈ 4-ാം തീയതി വരെ അത്തരത്തിൽ സ്വപ്നം കാണാനുള്ള സ്വാതന്ത്ര്യം കൂടി BJP കൊണ്ട് എന്നുള്ളതാണ് വാസ്തവം. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് ഈ മണ്ഡലങ്ങളിലൊക്കെ തന്നെ ജയിക്കും എന്നുള്ളൊരു പ്രതീക്ഷ BJPക്കില്ല. മാക്സിമം എന്നാൽ 1-2 മണ്ഡലങ്ങൾ, അതും തിരുവനന്തപുരത്ത് നിന്ന് മാത്രം ജയിക്കാവുന്ന അവസ്ഥയിലാണ് തങ്ങൾ എന്നുള്ളത് കൂടി ഏതാണ്ട് BJPയുടെ നേതൃത്വത്തിന് മനസ്സിലായിരിക്കുന്നു. ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറയുന്നത് ഇവരിൽ ആരും തന്നെ ജയിക്കാതിരിക്കുകയും വോട്ട് പെർസെൻറ്റേജിൽ ഏതാണ്ട് 15% വോട്ടുകളെങ്കിലും പിടിക്കാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്നൊരവസ്ഥ ഉണ്ടായില്ല. അതിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. കാരണം BJP വോട്ട് ചെയ്താൽ എന്തായാലും കാര്യമില്ലെന്ന് മനസ്സിലാക്കുന്ന തെക്കൻ കേരളത്തിലേക്ക് ജനങ്ങൾ വ്യാപകമായി ആ വോട്ടുകൾ LDFിലേക്ക് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അത് അവർ തമ്മിലുള്ള ഡീലൊന്നും ഉണ്ടായതുകൊണ്ടല്ല, പകരം കേരളത്തിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പോളറൈസേഷൻ പൊളിറ്റിക്സിൻ്റെ ഭാഗമായി സംഭവിക്കുന്ന ഒരു കാര്യങ്ങളാണ്. കാരണം മലബാറിലുണ്ടാകുന്ന ഒരു പോളറൈസേഷൻ നേരെ തിരിച്ച് ഒരു ഭൂരിപക്ഷ പോളറൈസേഷൻ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും ഇത്തവണ തെരഞ്ഞെടുപ്പിലുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളോട് പറയാനുള്ളത് അത്തരത്തിലുള്ളൊരു സാധ്യതകൾ കൂടി നമുക്ക് തള്ളിക്കളയേണ്ടതില്ല എന്നാണ് പറയാനുള്ളത്. യഥാർത്ഥത്തിൽ ഇതുകൂടി സംഭവിച്ചാൽ LDF അധികാരത്തിലേക്ക് എത്തും. അതുകൊണ്ട് മിക്കവാറും ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം, ഇത്തരത്തിലൊരു തൂക്ക് മന്ത്രിസഭ വരാനുള്ള സാധ്യതകൾ എന്തായാലും ഇല്ല. വളരെ ചെറിയ ഭൂരിപക്ഷത്തിലാണെങ്കിലും ആരെങ്കിലും അധികാരത്തിലേക്ക് വരും എന്നുള്ളത് തന്നെയാണ്. പക്ഷേ BJP കാണുന്ന വലിയ സ്വപ്നം ഇതാണ് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇതിന് ശേഷം ഒരു ചെറിയ കാര്യം നമ്മുടെ ചാനലിലെ കൂടി പറയാനുണ്ട്. നമ്മുടെ ചാനലിൽ ഒരു മെമ്പർഷിപ്പ് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ആ മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സബ്സ്ക്രൈബിൻ്റെ തൊട്ടു സൈഡിലെ ജോയിൻ ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് ഒരു 179 രൂപയാണ് കൊടുക്കേണ്ടത് മെമ്പർഷിപ്പ് എടുക്കാൻ, അല്ലെങ്കിൽ 359 ഉണ്ട്. ഈ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോയോ എന്തെങ്കിലും പെർക്സോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഗുണങ്ങളോ ഒന്നും കിട്ടില്ല. പക്ഷെ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം എന്ന് താല്പര്യമുള്ളവർക്ക് ആ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇനി അതെടുക്കാൻ കഴിയാത്തവരും ബുദ്ധിമുട്ടുള്ളൊന്നുമില്ല. നിങ്ങൾ വീഡിയോ കാണുകയും താഴെ കമൻറ്റുകളൊക്കെ തന്നെ രേഖപ്പെടുത്തുകയും ചെയ്യുക. എടുത്തിട്ടുണ്ടെങ്കിൽ വലിയ സന്തോഷം. കുറേ പേർ ഇപ്പം തന്നെ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വലിയ നന്ദി.